ഹായ് ഓൾ. ഡിസംബർ ജനുവരി എന്ന് പറയുമ്പോൾ എല്ലാവരും യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു സമയമാണല്ലേ. ഞങ്ങളൊരു ചെറിയ യാത്ര പോവുകയാണ്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ യാത്രാവിശേഷമാണ്. ഞങ്ങൾ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. അവിടെ ടിയാൻസ് എന്ന് പറയുന്ന പ്രൈവറ്റ് വില്ലയിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരാം. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 പേരും, പിന്നെ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും, അതുപോലെ എൻ്റെ ഒരു കസിനും ഹസ്ബൻഡും കുഞ്ഞും. ഞങ്ങൾ പോകുന്ന റൂട്ട് മുണ്ടക്കയം, കുട്ടിക്കാനം, ഏലപ്പാറ കൂടിയാണ്. എൻ്റെ സിസ്റ്ററിനൊക്കെ വേറൊരു റൂട്ടാണ് എളുപ്പം. അപ്പോൾ അവരവിടേക്ക് എത്തും. നമുക്ക് അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാം. ചെക്ക് ഇൻ ടൈം ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ്. ലഞ്ച് അവർ പ്രൊവൈഡ് ചെയ്യില്ല. കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ലഞ്ചുമായിട്ടാണ് പോയത്. വഴി സൈഡിൽ നിർത്തി ഒരു സോഡ ലൈം ഒക്കെ കുടിച്ച് കുഞ്ഞുങ്ങൾക്ക് ലഞ്ചൊക്കെ കൊടുത്ത് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഈ വില്ല ലൊക്കേറ്റ് ചെയ്യുന്നത് വാഗമണ്ണിൽ നിന്ന് പുള്ളിക്കാനത്തേക്ക് പോകുന്ന റൂട്ടിലാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഈവനിങ് ആകാറായി. ഇതാണ് ആ വില്ല. ഈ വില്ലയുടെ കൂടെ തന്നെ പ്രൈവറ്റ് പൂളും വരുന്നുണ്ട്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സിസ്റ്ററൊക്കെ അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്തിരുന്നു. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ആ പൂളുള്ള ഏരിയയിലേക്കാണ് പോയത്. ഈ വില്ലയ്ക്ക് 3 ഫ്ലോറാണുള്ളത്. ഓരോ ഫ്ലോറിലും ഓരോ റൂം വീതം. ഏറ്റവും അടിയിലത്തെ ഫ്ലോറിലാണ് പ്രൈവറ്റ് പൂള് വരുന്നത്. നമ്മൾ യാത്രകൾ പോയി പല സ്ഥലങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു റിസോർട്ടിൽ അല്ലെങ്കിൽ നല്ലൊരു വില്ലയിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ സാധാരണ എൻവയോൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു എമൗണ്ട് വീതം സേവ് ചെയ്ത് തുടങ്ങണം യാത്രയ്ക്ക് വേണ്ടി. എന്നിട്ട് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു സമയത്ത് വലുതോ ചെറുതോ ആയ യാത്രകൾ പോയി നല്ല സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യണം. പൂളിൻ്റെ വ്യൂവും ആ വില്ല മൊത്തത്തിലും അതുപോലെ തന്നെ വില്ലയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂവും ഒക്കെ അടിപൊളിയായിരുന്നു. ഈ കോമ്പൗണ്ടിൽ തന്നെ അവരുടെ വേറെയും ബിൽഡിങ് വരുന്നുണ്ട്. പക്ഷേ ഈ പൂള് ഈ വില്ലയ്ക്ക് മാത്രമുള്ളതാണ്. താഴത്തെ റൂമിനേക്കാൾ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ് മുകളിലത്തെ 2 റൂമുകളും എന്ന് തോന്നി. പക്ഷേ എല്ലാ റൂമുകളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇതാണ് നടുക്കത്തെ ഫ്ലോറിലെ റൂം. ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂവും അടിപൊളിയാണ് കേട്ടോ. ഈ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ നേരെ കാണുന്നത് പൂളാണ്. രാവിലെ ഈ ബാൽക്കണിയിൽ വന്ന് നിന്നാൽ നല്ല കാറ്റും തണുപ്പും ഒക്കെ കൊണ്ട് ഗ്രീനറിയൊക്കെ ആസ്വദിച്ച് നല്ല ശാന്തമായിട്ട് നിൽക്കാൻ സാധിക്കും. ഞങ്ങൾ ഭയങ്കര തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ക്ലൈമറ്റ് ആ വിചാരിച്ചത്രയും തണുപ്പില്ല. പക്ഷെ പൂളിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. എനിക്കാദ്യം ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു തണുപ്പ് കാരണം. പക്ഷെങ്കിൽ ഒടുവിൽ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാനും ഇറങ്ങി. പ്രൈവറ്റ് പൂൾ ആയതുകൊണ്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറേ നേരം പൂളിൽ എല്ലാവരും എൻജോയ് ചെയ്തു. വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നെങ്കിലും കുറേ സമയം കഴിഞ്ഞപ്പോൾ അത്ര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്തില്ല. വസുക്കുട്ടൻ പൂളിലിറങ്ങാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ്റെ കാല് മാത്രം ഒന്ന് നനച്ചു. പിന്നെ ഞങ്ങൾ പുള്ളിക്കാനത്ത് വന്ന് ചൂട് ചായയും കാപ്പിയും സ്നാക്സൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ സമയമായി. ഞാൻ ഈ വില്ലയ്ക്ക് 3 ഫ്ലോറാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 4 ഫ്ലോറെന്ന് കൗണ്ട് ചെയ്യാം. കാരണം ഏറ്റവും മുകളിലൊരു കോമൺ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. രാത്രിയിലത്തെ ഫുഡ് ഫ്രീ അല്ല. അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ലിസ്റ്റ് തന്നിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് പിന്നീട് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. രാത്രിയിലെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തപ്പം അവിടെ വളരെ കളർഫുൾ ആയിട്ട് തോന്നി. പിന്നെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ തണുപ്പൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് കുറേ സമയം പുറത്തുകൂടി നടന്നു. എന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. രാവിലെ എണീറ്റിട്ട് ഒരുപാട് തിരക്കാവുന്നതിന് മുമ്പ് 1-2 സ്ഥലങ്ങൾ പോയി കാണാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ അവിടെ നിന്നും റെഡിയായി ഇറങ്ങി. ഈ വില്ല ലൊക്കേറ്റ് ചെയ്യുന്നിടത്തു നിന്നും പുള്ളിക്കാനം പോകുന്ന റൂട്ടിൽ 1-2 സ്പോട്ടുകളുണ്ട് കാണാൻ പറ്റിയത്. ഞങ്ങൾ തലേ ദിവസം സ്നാക്സ് കഴിക്കാൻ പോയത് പുള്ളിക്കാനമാണ്. അപ്പോൾ ഞങ്ങൾ നോക്കി വെച്ചതാണ്. പിറ്റേ ദിവസം വരുമ്പം കാണാമെന്ന് വിചാരിച്ചു. ഒന്ന് ഈ കാണുന്ന ഒരു ലേക്ക് വ്യൂ ആണ്. അടിപൊളിയാണ്. രാവിലെ തന്നെ അവിടെ ചെന്നതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു ലേക്കിൻ്റെ വ്യൂവും രാവിലെ തേയില നുള്ളാൻ പോകുന്നവരും തേയില നുള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുമൊക്കെ അതിമനോഹരമായി. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി പാസ് ഒന്നുമില്ല. ഞങ്ങൾ രാവിലെ പുള്ളിക്കാനം പോയി ഞാനൊരു കട്ടൻ ചായയും ബാക്കി എല്ലാവരും ചായയും കുടിച്ചിട്ടാണ് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി. പല മൂവീസും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് ഈ വാഗമൺ പുള്ളിക്കാനം റൂട്ടിലുണ്ട്. റോഡ് സൈഡിൽ നിന്നാൽ തന്നെ കാണാം നമുക്ക്. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വില്ലയിലേക്ക് തിരിച്ചു പോന്നു. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും അധികം താമസിയാതെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഇഡലിയും ദോശയും വടയും ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ടയും ഒക്കെ ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് 11 മണിയായപ്പോൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ പോയി. അവിടെ എൻട്രി പാസ് ഉണ്ടായിരുന്നു. പാസ് എടുത്ത് കയറിയെങ്കിലും ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഉള്ളിലേക്ക് പോയില്ല. പെട്ടെന്ന് തിരിച്ചു പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്